ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻറ്ററിങ്. നമ്മുടെ ഏതൊരു പാരൻസിനോട് ചോദിക്കുകയാണെങ്കിലും അവരുടെ ഡ്രീം എന്താണ്, അല്ലെ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ പറയാൻ പോകുന്നത് അവരുടെ കുട്ടികളെ കുറിച്ചായിരിക്കും. അവരുടെ കുട്ടികൾ സ്മാർട്ടായിട്ടും ഹാപ്പി ആയിട്ടും വളർന്ന് വലുതാവുക എന്നുള്ളതൊക്കെ ആയിരിക്കും പാരൻസിൻ്റെ ആഗ്രഹം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയും ഹാപ്പിയും സ്മാർട്ടും ആയിട്ട് ഇങ്ങനെ വളർത്തി എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്, അതിന് വേണ്ടിയിട്ടൊരു 10 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, നിങ്ങൾ അവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടി നല്ല ഹാപ്പിയും സ്മാർട്ടും ആയിട്ട് വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരോട് അത് ചെയ്യ് ഇത് ചെയ്യുമെന്ന് പറയുന്നതിലുപരി നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ അവരെങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിൽ ആയിക്കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു നല്ല സ്മാർട്ട് ആൻഡ് ഹാപ്പി ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി പാരൻ്റായിട്ട് മാറുക. ഇതിലൂടെ നിങ്ങളുടെ കുട്ടി നിങ്ങളെ കണ്ടാണ് വളരുന്നത്. ഒരിക്കലും നിങ്ങളത് ചെയ്യേ എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നതിലുപരി നിങ്ങൾ ചെയ്ത് കാണുന്നതാണ് അവർ ജീവിതത്തിൽ എപ്പോഴും പകർത്തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു നെഗറ്റീവ് പാരൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഒരു നെഗറ്റീവ് വേയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി കാണുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു പാരൻറ്റിനെയാണ്. അല്ലാതെ എപ്പോഴും നെഗറ്റീവ് ചെയ്തിട്ട് പോസിറ്റീവ് പറയുന്ന ആ പോസിറ്റീവ് ഉൾക്കൊള്ളാൻ ആ കുട്ടിക്ക് സാധിച്ചോളണം എന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന നെഗറ്റീവ് മാത്രമേ നിങ്ങളുടെ കുട്ടി അപ്പം അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക. നിങ്ങളുടെ കുട്ടി എങ്ങനെ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് ചെയ്യുക. അത് നിങ്ങളുടെ കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക. അതിലൂടെ നിങ്ങളുടെ കുട്ടി നിങ്ങളെപ്പോലെ ഒരാളായിട്ട് മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ സ്ട്രെസ്സ് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പം വർക്ക് സ്ട്രെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ആയിക്കോട്ടെ, അതൊരിക്കലും നിങ്ങളുടെ ഫാമിലീൻ്റെ അകത്ത് കൊണ്ടുവരാതിരിക്കുക. പല സ്ട്രെസ്സുകളും നമ്മൾ അഡൾട്ട് അല്ലെങ്കിൽ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല സ്ട്രെസ്സുകളും ഉണ്ടാകും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആഗ്രഹം ഏറ്റവും പീസ്ഫുള്ളും ഹെൽത്തിയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നിങ്ങൾ എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് നേരെ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടാവുകയില്ല. എന്നോട് ചൂടാവുമോ അല്ലെ എന്നോട് ദേഷ്യമായിരിക്കുമോ നിങ്ങൾക്ക് ആ സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ കുട്ടിക്ക് വരാൻ പോലും ഭയമായിരിക്കും. അതുകൊണ്ട് ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിശ്വസിക്കുക, അവരിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കുട്ടികൾ പല പാത്തുകൾ ചൂസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലേ? എന്നാൽ അവരുടെ പല പാത്തുകൾ ചൂസ് ചെയ്യുന്നത് നോ എന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്യാതെ, നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് അവരെ തോന്നിപ്പിക്കാതെ നിങ്ങൾ അവർക്ക് പാത്തുകൾ കാണിച്ചു കൊടുക്കുക, പല വഴികൾ കാണിച്ചു കൊടുക്കുക. നല്ല വഴികളായിക്കോട്ടെ മോശം വഴികളായിക്കോട്ടെ, ഇത് നല്ല വഴിയാണ് ഇത് മോശം വഴിയാണ് എന്ന രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നീ ഇനി സയൻസ് എടുത്താൽ മതി കേട്ടോ. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ കുറേ ഫ്യൂച്ചർ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് എടുത്താൽ മതി, അതാണ് നിനക്ക് നല്ലത് എന്ന്. എന്നാൽ ഒരു കുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ കൊമേഴ്സ് എടുക്കാൻ പോവുകയാണ്. മേ ബി നിങ്ങൾ ആഗ്രഹിച്ചൊരു പാത്തായിരിക്കില്ല നിങ്ങളെ കുട്ടി ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് സയൻസിലിടാതെ കൊമേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ആഗ്രഹപ്രകാരം പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അതിൽ കണ്ടിട്ടായിരിക്കും പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് പാത്ത് അവർ ചൂസ് ചെയ്താലും അവർക്ക് നെഗറ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അത് നെഗറ്റീവാണ്, അത് നെഗറ്റീവ് ആണെന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അത് ചെയ്യരുത് അല്ലെങ്കിൽ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നൊരിക്കലും പറയാതിരിക്കുക. ഇതിലൂടെ നിങ്ങളുടെ കുട്ടിയെയും കുട്ടിയുടെ ചോയ്സിനെയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെ അവരെ നിങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് അവർക്ക് തന്നെ തോന്നിക്കാനും അതേ വിശ്വാസം തിരിച്ച് നിങ്ങളോട് അവർക്ക് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പുകഴ്ത്തുക എന്നുള്ളതാണ്. ഒരിക്കലും അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം കിട്ടുന്ന ഫലത്തെ അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ടിനെ മാത്രം പുകഴ്ത്തുക എന്നുള്ളതല്ല. ആ ഒരു റിസൾട്ടിന് വേണ്ടി അവരെടുത്ത ആ എഫേർട്ടിനെ പുകഴ്ത്തുക എന്നുള്ളതാണ്. ദൈവം ഓരോരുത്തർക്കും പല കഴിവുകളാണ് നൽകിയിട്ടുള്ളതെന്ന് ഓർക്കുക. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കേസ് പോലെ തന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു സമൂഹത്തിൽ ഒരു നില വെച്ച് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് എപ്പോഴും അഭിനന്ദനവും
അവർക്ക് എപ്പോഴും നല്ലൊരു നിലയും കിട്ടുന്നുണ്ട്. അതേസമയം ഇതേ ഫുഡ് ലൈഫ് പ്ലസ് കിട്ടിയ കുട്ടിയേക്കാൾ കൂടുതൽ ശ്രമിച്ച കുട്ടികൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടാവും. അവർക്ക് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങളുടെ മുന്നിലൂടെ ആയിരിക്കും ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഓൾറെഡി ആ ഒരു കിട്ടിയൊരു റിസൾട്ടിൽ അവൻ അത്ര സന്തോഷവാനായിരിക്കില്ല. എന്നാലും നീ ഇത്രക്ക് കഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എഫേർട്ടിന് നിങ്ങൾ പ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉള്ളിൽ സ്വയം ഒരു ആത്മവിശ്വാസം അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിലൂടെ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ഇനി ഏതൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തോറ്റാലും വേണ്ടിയില്ല, ഞാൻ കഷ്ടപ്പെട്ടാൽ മാത്രം മതി, എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം എന്നുള്ളൊരു തോന്നൽ കുട്ടിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു മൈൻഡിൽ അത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കുട്ടി അവരിടുന്ന എഫേർട്ടിനെ പ്രൈസ് ചെയ്യുക, അല്ലാതെ റിസൾട്ടിനല്ല പ്രൈസ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കുട്ടികൾക്ക് സ്വയം പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാതെ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് വായിക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ കഥകൾ വായിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറും ആ പുസ്തകത്തിലെ ആ ഒരു ചിത്രങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ കുട്ടി വായിക്കാൻ ശ്രമിക്കുന്നില്ല. കുട്ടിക്ക് വായിക്കണമെന്ന് ആഗ്രഹം പോലും വരുന്നില്ല. നിങ്ങൾ വായിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുട്ടിക്ക് അവിടെ വായനയുടെ ഒരു ആവശ്യം വരുന്നില്ല. അതേസമയം കുട്ടി വായിക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ കൂടെ നിങ്ങൾ വായിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് അത് പരിശീലിക്കുന്ന സമയത്ത് കുട്ടിക്ക് അതൊരു ഫണ്ണായിട്ട് ഫീൽ ചെയ്യും. അത് വായിക്കാൻ ഒരു രസമുണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നതിലുപരി അതിനിയും വായിക്കണം എന്ന് മനസ്സിൽ തന്നെ ഒരു ചിന്ത കുട്ടിക്ക് വരും. അതിലൂടെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല രീതിയിലേക്ക് പഠിക്കാനും ലിസൺ ചെയ്യാനും ലേൺ ചെയ്യാനും ഉള്ള ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹം കുട്ടിക്ക് ഇതിലൂടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും കുട്ടിക്ക് ചെയ്തു കൊടുക്കാതെ കുട്ടിയുടെ കൂടെ ചെയ്യുക. ഒരിക്കലും ഇത് വായനയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതൊരു കാര്യമായിക്കോട്ടെ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് ചെയ്തു കൊടുക്കാതെ അവൻ ചെയ്യുന്നതിന് കൂടെ സഹായിച്ച് ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം എന്നുള്ളത് അവരുടെ കൂടെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതെ, ഒരു ഫുഡല്ലേ, അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ആലോചിക്കുന്നതിലുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൂടെ കുട്ടികൾക്ക് അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ മെൻ്റൽ ഹെൽത്തിനും അല്ലെങ്കിൽ വൊക്കാബുലറിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? എങ്കിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം സംസാരിക്കുന്നുണ്ട്. ഫാമിലി ഒന്നിച്ചാണ്, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ കൈമാറുന്ന ഒരു സമയം തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ കുട്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർ ഭയങ്കര ആകാംക്ഷയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യം കൊണ്ടാലും അതെന്താണെന്ന് അറിയണം എന്ന് അവർക്കുണ്ടാവും. ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ അതെന്താണെന്ന് അവർ അറിയാൻ ആഗ്രഹിക്കും, അതിലെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കും. ഇതിലൂടെ അവരുടെ മൈൻഡിൽ തന്നെ ഒരു സാധനം കയറുന്നുണ്ട്, ഇനി ഇത് നല്ലൊരു ഭക്ഷണമാണ്, ഇത് ഹെൽത്തി ഡയറ്റാണ് എന്നുള്ള രീതിയിൽ അറിയാതെ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഈ ഹെൽത്തി ഡയറ്റൊക്കെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പറഞ്ഞതുപോലെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വൊക്കാബുലറീസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ അവർക്ക് സംസാരിക്കണം, അല്ലെ ഫാമിലി കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചാൽ കുഴപ്പമില്ല. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം സഹായിക്കുന്നതാണ്. 7ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ബൗണ്ടറീസ് വെക്കുക എന്നുള്ളതാണ്. ബൗണ്ടറീസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പല പാരൻസും കരുതുന്നുണ്ടാകും, ഞാൻ എൻ്റെ കുട്ടീനെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരു പാരൻ്റാണ്. കാരണം അവർക്ക് ഫ്രീഡം നൽകിയാൽ മാത്രമേ അവർക്കൊരു ചോയ്സ് ഉണ്ടാവും, അല്ലെ അവർക്ക് എന്നോടൊരു കണക്ഷൻ തോന്നൂ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാണ്, അവർക്ക് ഓവർ ഫ്രീഡം കൊടുക്കുന്നതിലൂടെ ഒരിക്കലും അവർക്ക് നിങ്ങളോട് അടുപ്പം തോന്നുകയോ അവരുടെ ലൈഫിൽ അത് നല്ല രീതിയിൽ ബാധിക്കാൻ പോകുന്നോ ഇല്ല. നമ്മുടെ സൊസൈറ്റി പറയുന്ന ഒരു കാര്യമാണ്, ഓവർ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര ബോറാവും, അല്ലെ ഭയങ്കര റൂഡാവും എന്നുള്ള രീതിയിലൊക്കെ മാറുന്നുണ്ട്. സ്ട്രിക്റ്റ് പാരൻസ് ഉള്ള കുട്ടികളൊക്കെ ഭയങ്കര റൂഡാണ്, അവരാണ് ഭയങ്കര റിബല്യസ്, ഭയങ്കര കച്ചറ കുട്ടികൾ അവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അവരെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, കുട്ടികളെ ഫ്രീഡത്തോടു കൂടി എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ
ഒരിക്കലും അവർ നല്ല പാത്തുകൾ മാത്രമായിരിക്കില്ല ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പാരൻസിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും എനിക്കായിട്ട് റെസ്ട്രിക്ഷൻസ് വെക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികളുടെ കേസും. നിങ്ങളൊരു ബൗണ്ടറീസ് വെക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നിങ്ങളെടുത്ത് ഒരു ഗ്യാപ്പ് ഇടുകയും അല്ലെങ്കിൽ നിങ്ങളെടുത്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളൊന്നും അവരെ പറയില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ റീസണബിൾ ആയ ഒരു ബൗണ്ടറീസ് വെക്കുക. ഒരിക്കലും ഓവർ ബൗണ്ടറീസ് വെച്ചെങ്ങാണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. അതിലുപരി അവരുടെ റീസണബിൾ ആയ ബൗണ്ടറീസ് വെക്കുക. കാരണങ്ങൾ അറിയിച്ചുകൊണ്ട് ബൗണ്ടറീസ് വെക്കുക എന്നുള്ളതാണ്. 8ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മേ ബി നമ്മുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ തന്നെ പറയുന്ന കാര്യമായിരിക്കും, ഫ്രണ്ട്ഷിപ്പാണ് കുട്ടികളെ നാശമാക്കുന്നത്. മേ ബി ആയിരിക്കാം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ അവനെ കൊണ്ട് സാധിച്ചേക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ LKGയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിക്കോട്ടെ, ചെറിയ കുട്ടികളായിരിക്കോട്ടെ അല്ലെ വലിയ കുട്ടികളായിക്കോട്ടെ, അവരോട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. അതുപോലെ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചറിയുക, വിശേഷങ്ങൾ ചോദിക്കുക, അതിൽ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിക്കുക. അതിലൂടെ തന്നെ നമുക്ക് അവൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എങ്ങനെയുള്ളതാണ്, അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഒരിക്കലും നീ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതെന്ന് അവരെ നിരുത്സാഹപ്പെടുത്തി പിന്നീട് ഒരിക്കലും അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നുള്ളൊരു തരത്തിലേക്ക് ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ എപ്പോഴും അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ കുട്ടികൾക്ക് തന്നെ എവിടെ പോയാലും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാനും കുട്ടിക്ക് പറ്റും. ഇതിലൂടെ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂട്ടിയുള്ള ഒരു കുട്ടീനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 9ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിക്ക് കൃത്യമായ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇവൻ കുട്ടികളുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ പാരൻസായി നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. ഉറക്കം എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതെ, ഉറക്കം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കൊരു ഉണർവ് ലഭിക്കുന്ന കാര്യമാണ് ഉറക്കം എന്നുള്ളത്. അത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ. അതുപോലെ സയൻസ് പറയുന്ന പ്രകാരം റിക്കവറിയാണ് ഉറക്കം എന്നുള്ളതാണ്. നമ്മളെ മെൻ്റൽ റിക്കവറിയും അതുപോലെ ഫിസിക്കൽ റിക്കവറിയും എല്ലാം ഉറക്കത്തിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഉറക്കം അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ആ ഷെഡ്യൂളിൽ അവരെപ്പോഴും ഉറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക. ഇതിലൂടെ അവർക്ക് എല്ലാ ദിവസവും സ്മാർട്ടായിട്ട് ഭയങ്കര ഉഷാറോടുകൂടി നിങ്ങളുടെ കുട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ 10ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴും എന്ത് കാര്യം ലഭിച്ചാലും എത്ര സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും ഒരു നന്ദി പ്രകടനം അല്ലെ താങ്ക് യു എന്നുള്ളൊരു വാക്ക് വെറും ഒരു വാക്കല്ല, അത് എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവരെ തന്നെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഈ താങ്ക് യു പറഞ്ഞ് ശീലിപ്പിക്കുന്നതിലൂടെ അവർക്ക് കിട്ടാത്ത കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കുന്നതിലുപരി കിട്ടിയതിൽ അവർ സന്തോഷിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഒരു മിഠായി അവർക്ക് കിട്ടിയാൽ പോലും അതിന് താങ്ക് യു എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്ര വലിയ സക്സസ് വന്നാലും അതിലവർ സന്തോഷിക്കും. അതുപോലെ എത്ര ചെറിയ സക്സസ് ആണെങ്കിലും അതിലവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ സക്സസ്സിൽ ഞാൻ നേടിയെടുത്തത് ചെറുതാണ് എന്ന് ആലോചിച്ച് സങ്കടപ്പെടാതെ ഞാൻ ഇതെങ്കിലും നേടിയല്ലോ താങ്ക് ഗോഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അവരെ താങ്ക് യു പറഞ്ഞ് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശീലിപ്പിക്കുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ കുട്ടിയെ എഫക്റ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുന്നു അത്രത്തോളം നിങ്ങളുടെ കുട്ടി ഹാപ്പിയറും ഹെൽത്തിയറും സ്മാർട്ടറും സ്ട്രോങ്ങറും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടീനെ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും കോർ ബേസ് അല്ലെ നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് നിങ്ങൾ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് എന്ന് ഉൾക്കൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള പാരൻറ്റിങ് അഡ്വൈസിനോ അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനോ അല്ലെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് എന്തെങ്കിലും മെൻ്റലി ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങളുടെ പാരൻറ്റിങ് ലൈഫിന് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മറ്റ് കണ്ടന്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.